ഒരു ഉപായം കണ്ടുപിടിച്ചു. ദാനിയേലും രാജാവ് നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ രാജാവിൻ്റെ അടുത്ത് എന്ന് രാജാവിനെ പൊക്കി മയക്കി പറഞ്ഞു, വരുന്ന ഒരു മാസത്തേക്ക് ഈ നാട്ടിൽ ദൈവമായിട്ട് നിന്നെ മാത്രമേ ഈ നാട്ടുകാരെല്ലാവരും ആരാധിക്കാവുള്ളൂ. രാജാവിനത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്നെ ദൈവമായിട്ട് ഒരു മാസത്തേക്ക് എല്ലാവരും ആരാധിച്ചാൽ വളരെ നല്ല കാര്യം. പക്ഷേ ഈ രാജാവിനറിയാം ദൈവം ദാനിയേൽ വിശ്വസിക്കുന്ന യഹോവയാണ്. പക്ഷെ ഒരു നിമിഷം മറ്റുള്ളവരുടെ ഉയർച്ചയുള്ള വാക്കുകളിൽ, നമ്മുടെ പൊങ്ങച്ചമുള്ള വാക്കുകളിൽ അദ്ദേഹം മയങ്ങിപ്പോയി. അദ്ദേഹം വിളംബരം പുറപ്പെടുവിച്ചു, വരുന്ന ഒരു മാസത്തേക്ക് ആരാണോ എന്നെ അല്ലാതെ വേറെ ആരെയെങ്കിലും ആരാധിക്കുന്നത്, ഏതെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നത്, അവൻ കൊല്ലപ്പെടും. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ദാനിയേലിന്റെ പേര് പറഞ്ഞു. ഈ വന്നവരുടെ ഉദ്ദേശം ദാനിയേലിനെ കൊല്ലുക എന്നുള്ളതാണ്. അവർ പറഞ്ഞു ദാനിയേൽ യഹോവയാണ് പ്രാർത്ഥിക്കുന്നത്, ദാനിയേലിനെ കൊല്ലണം. അപ്പോഴാണ് രാജാവിന് കുടുക്ക് മനസ്സിലായത്. തന്നെ പുകഴ്ത്തി പറഞ്ഞവര് ദാനിയേലിനെ കൊല്ലാനായി വെച്ച കുടുക്കാണ്. പക്ഷെ വിളംബരം പോയി, ആരും മാറി ആരാധിക്കുന്നവനെ കൊല്ലും. രാജാവ് കുറെ ശ്രമിച്ചു നോക്കി, രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞില്ല, നിന്റെ വാക്ക്, നീ രാജാവാണ്, നീ വാക്ക് തെറ്റിക്കരുത്. ആ വാക്കിൽ രാജാവ് പിന്നെയും വീണു. ഈ രാജാവാണ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞത് കൊല്ലാനായിട്ട്. വിഷമത്തോടെയാണ്. എല്ലാ രാജാവിനറിയാം പൂർണ്ണമായും തെറ്റാണ് ചെയ്യുന്നത്. ദാനിയേലിനെ കൊടുക്കാനായിട്ടാണ് ഈ നിയമം ഉണ്ടാക്കി ഇവർ തന്ത്രപൂർവ്വമായിട്ട് അത് പെടുത്തിയത്. നാട് നീളെ വിളംബരം ചെയ്യിച്ചത് തിരുത്തിയില്ല. ഇയാൾ തന്റെ സ്ഥാനത്തെ ഓർത്ത്, തന്റെ പ്രതിജ്ഞയെ ഓർത്തുകൊണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ ദൈവം രക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാജാവ് ഇവരോട് പ്രതികാരം വെട്ടി. ദാനിയേലിനെ രക്ഷിച്ച ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയത് അവരെ എല്ലാം സിംഹക്കൂട്ടിൽ എറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. വാക്ക് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജാവ് ദൈവത്തെ അറിഞ്ഞവനാണ്. അവന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് ദൈവത്തിന്റെ പ്രവാചകനായ ദാനിയേലാണ്. ദാനിയേലിനെ തന്നെ കൊല്ലാനായിട്ട് ഇവർ ആവശ്യപ്പെട്ടപ്പോൾ ആർക്കും പറയാമായിരുന്നു, വേണ്ട എന്ന്. പക്ഷേ പറഞ്ഞില്ല. ഒരാളെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇഷ്ടം പോലെ നടന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരാളെ മാത്രം ഓർമ്മിപ്പിക്കുന്നു, ഹെറോദേസ്. ഈ കഴിഞ്ഞ പീഡാനുഭവ ആഴ്ചയിലൊക്കെ നമ്മൾ സ്ഥിരം കേട്ടതാണ്. ഹെറോദേസ് എങ്ങനെ കുടുങ്ങിയത്. ഹെറോദേസിന് സ്നാപകന്റെ വിരോധമൊക്കെ ഉണ്ടായിരുന്നു. പിടിച്ച് ജയിലിട്ടു എന്നുള്ള സത്യങ്ങൾ. കൊല്ലണമെന്നില്ലായിരുന്നു. കൊല്ലാൻ കാത്തിരുന്നത് ഹെറോദിയായ ഭാര്യ. അവരെ വിമർശിച്ചതുകൊണ്ട് തന്റെ മകൾ സലോമി നൃത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജാവ് സംപ്രീതനായി. ഇവിടെയാണ് നമുക്ക് പ്രശ്നം. ഒരു മൂപ്പങ്ങ കയറി നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് നിനക്ക് എന്ത് വേണം പറയാ, എന്തും ഞാൻ എന്റെ രാജ്യത്തിന്റെ പകുതി പോലും നിനക്ക് തരും. അവള് അമ്മയോട് എന്ത് ചോദിച്ചു, എന്ത് ഞാൻ ചോദിക്കേണ്ടത്. അന്നേരമാണ് പറഞ്ഞത്, സ്നാപകയോഗന്റെ തല വെട്ടി ഒരു തളികയിൽ വെച്ച് കിടന്നാൽ മതി. രാജ്യത്തിന്റെ പകുതിയും വേണ്ട, വാളും വേണ്ട, തല മാത്രം മതി. രാജാവ് വ്യസനിച്ചു. ബൈബിൾ പറയുന്ന വാക്കാണ്. ഇത് കേട്ടപ്പോൾ രാജാവ് വ്യസനിച്ചു. പക്ഷേ അതിഥികളെ ഓർത്തും തന്റെ പ്രതിജ്ഞയെ ഓർത്തും രാജാവ് സ്നാപകയോഗന്റെ തല വെട്ടി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില പ്രതിജ്ഞകൾ നമ്മളെ കൊടുക്കാനുള്ളതാണ്. ചില സമയത്ത് നമ്മുടെ വായിൽ നിന്നറിയാൻ തെറ്റുകൾ സംഭവിക്കും. ഈ സംഭവിച്ച തെറ്റിനെ തിരുത്താനുള്ള അവസരമാണ് നമുക്കുള്ളത്. ഇവര് തിരുത്തി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തിരുത്തിയവരുണ്ട്. ഈ സാവൂള് തിരുത്തിയ ആളാണ്. സാവൂള് യുദ്ധത്തിന് പോയ സമയത്ത് ഇതുപോലെ പ്രതിജ്ഞയെടുത്തു, ഇന്ന് പകല് ഭക്ഷണം കഴിക്കുന്നവർ മരിക്കും, കൊല്ലപ്പെടും. യുദ്ധം നടക്കുകയാണ്, ആരും കഴിക്കാൻ പാടില്ല യുദ്ധം ജയിക്കാൻ വേണ്ടി. സാവൂളിന്റെ മകനായ അബ്സലോം ഇത് അറിയില്ല. അബ്സലോം ഭക്ഷണം കഴിച്ചു. തേൻകട്ടയാണ് കഴിച്ചത്. ഈ അബ്സലോം കഴിച്ചപ്പോൾ ഈ പ്രതിജ്ഞയെ ഓർത്ത് സാവൂള് കൊല്ലാൻ തുടങ്ങി തന്റെ മകനായ അബ്സലോമിനെ. പക്ഷെ അബ്സലോമിനെ കൊല്ലരുതെന്ന് ജനമാണ് പറഞ്ഞത്. യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ ജയിപ്പിച്ച അബ്സലോമിനെ നിന്റെ പ്രതിജ്ഞയുടെ പേരിൽ കൊല്ലാൻ പാടില്ല ജനം പറഞ്ഞതുകൊണ്ട് അബ്സലോമിനെ വെറുതെ വിട്ടു. ഇതുപോലെ നമുക്കും ഈ തോമാസ് ലീഹ കാണിച്ച ഈ മാതൃക നമുക്ക് എടുക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞു. തലയാഴ്ച പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൈകൂപ്പി ഏറ്റു പറയുകയാണ്. എനിക്ക് തൊടണ്ട, എനിക്ക് നിന്നെ സ്പർശിക്കേണ്ട, നിന്റെ പാർശ്വത്തിന്റെ അടുത്തേക്ക് പോലും വരണ്ട. നീ എന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഞാൻ പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുന്നു. ഓരോ കുടുംബങ്ങളിലെയും കുടുംബനാഥന്മാരും ചിന്തിക്കേണ്ടത് ഈ കാര്യമാണ്. നമ്മുടേതായ ചില സമയത്ത് തീരുമാനങ്ങൾ കൊണ്ട് തെറ്റ് സംഭവിക്കാം. ഇതെല്ലാവർക്കും സംഭവിക്കാം. ഇനി ചെയ്യേണ്ടത് ഈ സംഭവിക്കുന്ന തെറ്റിനെ